എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ രാവിലെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഇല്ലേ റൂബി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചുരുണ്ട് കൂടിയാണ് കിടക്കണം കേട്ടോ. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും പപ്പ അവളെ കെട്ടിപ്പിടിച്ച് ഒന്ന് ചൂടാക്കി കൊടുക്കണേ. നമ്മളുടെ റൂബി കുഞ്ഞ് പപ്പയുടെ കൈ മണത്ത് നോക്കണതേ അവൾക്ക് വല്ല ഡിസ്ചാർജ് എന്തെങ്കിലും ആയിട്ട് പപ്പയുടെ കയ്യിൽ വല്ലതും ഉണ്ടാ അങ്ങനെ അവർ നോക്കും. അങ്ങനെ നോക്കിയിട്ട് അവർക്ക് അവരുടെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അവർക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. അവരുടെ ഡിസ്ചാർജും അതുപോലെ യൂറിൻ മണത്ത് നോക്കിയിട്ടൊക്കെയാണ് അവരുടെ സ്വന്തം ശരീരത്തിൽ വ്യത്യാസങ്ങൾ അറിയണം. അതാണ് ഭയങ്കര സീരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രാവിലെ നമ്മളുടെ ഇപ്പോൾ ഉള്ള ഒരു വെതർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറൊക്കെ പോയിട്ട് നിൽക്കുന്ന പോലെയുള്ള ഒരു സുഖമാണ് ഇവിടെ, നല്ലൊരു തണുപ്പും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. സാധാരണ പുറത്തേക്ക് ഇറങ്ങാൻ നേരമൊന്നും കിട്ടില്ല, പക്ഷേ ഇല്ലേ അത്രയും സുഖമുള്ള ഒരു ചെറിയൊരു തണുപ്പും നല്ലൊരു സുഖമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം റൂബിനെയും കൊണ്ട് ഞങ്ങൾ പുറത്തൊക്കെ നിന്നിട്ടാണ് പിന്നെ അകത്തേക്ക് കയറി. ഞാൻ എൻ്റെ ജോലിയിലേക്ക് പോയപ്പോഴത്തേക്കും പപ്പ മുറ്റമൊക്കെ ഒന്ന് കഴുകിയിട്ടാണ്, ഭയങ്കര പൊടിയാണ്. പപ്പ മുറ്റം കഴുകുന്ന ആ സമയം തന്നെ ഞാൻ കംപ്ലീറ്റ് തുടയ്ക്കുകയും ചെയ്യും. കാലത്ത് വൈകിട്ടും തുടക്കാതെ നിവൃത്തിയില്ല. അപ്പോൾ ഈ ഒരു മോപ്പ് ബക്കറ്റിൽ വെള്ളവുമായിട്ട് അങ്ങനെ ഇട്ടേക്കണേണ്. നമുക്ക് എന്തെങ്കിലും ഒരു പൊടി കൂടുതൽ തോന്നില്ല അപ്പം തന്നെ വന്നിട്ട് തുടച്ച് മാറ്റാം. പിന്നെ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടിന് തേങ്ങ ഇല്ലാത്തതുകൊണ്ട് തന്നെ 2 തേങ്ങ ഞാൻ ചിരണ്ടി ഫ്രിഡ്ജിലേക്ക് വെച്ച്. കാരണം അടുത്ത ദിവസങ്ങളിലൊക്കെ തിരക്കാണ്. നമുക്ക് ക്രിസ്മസിൻ്റെ കരോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പള്ളിയിലും യൂണിറ്റുകളിലൊക്കെ നടക്കണം. അപ്പോൾ അതുകൊണ്ട് കുറേ ജോലികൾ നമ്മൾ ഒതുക്കി വെച്ചില്ലെന്നുണ്ടെങ്കിൽ ക്രിസ്മസിന് ഇനി 2-3 ദിവസമല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഇത്തിരി തേങ്ങ അത്യാവശ്യം ചിരണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് 3 ബോക്സിലാക്കി വെച്ച് പിന്നെ ഞാൻ ഇന്ന് പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് റെഡിയാക്കി പുട്ടും കൂടെ ആക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് കേക്ക് ഉണ്ടാക്കൽ തന്നെയാണ്. 6 കേക്ക് എനിക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇന്നൊരു 3 കേക്ക്, പിറ്റേ ദിവസം ഒരു 3 കേക്ക്, അങ്ങനെ ഒരു 6 കേക്ക്. അതിന് മുൻപ് നമ്മളൊരു 3 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, 2 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 3 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു 2 ദിവസമായിട്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു 3 കേക്ക്, പിന്നെ ഒരു 3 കേക്ക് ആകുമ്പോൾ 9 കേക്ക് ഈ ഒരു ടൈമിൽ ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് കറി ഉച്ചക്കുള്ള എന്തെങ്കിലും ചെയ്ത് വേഗം തന്നെ തീർത്തിട്ട് നമുക്ക് പിന്നെ ഈ 3 ബർണറും പിന്നെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല. കേക്ക് കയറി കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് അത് അത്രയും നേരം നമുക്ക് അടുപ്പിൽ വേറൊന്നും വെക്കാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് കാലത്ത് തന്നെ ഉച്ചക്കുള്ള പാചകങ്ങളും എല്ലാം കഴിയണം. അപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള മസാല ഏലക്കായ, ഗ്രാമ്പു, പട്ട, ജാതിക്കായ ചേർത്തിട്ട് ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്ത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള മസാല ഉണ്ടാക്കിയാൽ വളരെ കുറച്ച് മാത്രം നമുക്കൊന്ന് അങ്ങോട്ട് എടുത്ത് ഇട്ടാൽ മതിയല്ല. അപ്പോൾ അങ്ങനെ ഇത്തിരി കടുപ്പം കൂടിയ മസാലയാണ് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിനകത്ത് നിന്ന് വല്ല 1/2 ടീസ്പൂണൊക്കെ ഒന്ന് എടുത്ത് ഇട്ടാൽ മതി. ആ പഞ്ചസാരയും കൂടി ചേർന്നിട്ടുള്ള ഒരളവിൽ 1/2 ടീസ്പൂൺ മതിയാവും. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മുടെ മൂടിയുടെ അടിയിൽ കുറേ ആയിട്ട് ഇങ്ങോട്ട് പോകാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു പേപ്പർ എന്തെങ്കിലും ഇട്ടിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അതൊരു ബൗളിൽ കണ്ടെയ്നറിലാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ 1 കിലോ പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ച്. അപ്പോൾ പഞ്ചസാര പൊടിച്ച് വെക്കുമ്പോൾ ആദ്യം ഞാൻ പഞ്ചസാരയുടെ അളവ്, പൊടിച്ച പഞ്ചസാരയുടെ അളവ് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തെറ്റിപ്പോകുമല്ലോ. നമ്മൾ അരക്കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും നമ്മൾ ആ സമയത്ത് പൊടിക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് അളവ് കിട്ടും. ഇതിപ്പോൾ 1 കിലോ പഞ്ചസാര പൊടിച്ച് വെക്കുമ്പോൾ 1/2 കപ്പ് പഞ്ചസാര എത്ര പൊടിച്ച പഞ്ചസാര ആകും എന്നുള്ളത് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ച് നോക്കണേന്ന്.
അപ്പോൾ അരക്കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ചപ്പോൾ 3/4 കപ്പ് പഞ്ചസാര പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അരക്കപ്പ് പൊടിക്കാത്ത പഞ്ചസാര നമുക്ക് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയുടെ ഒരു കണക്കിന് എടുക്കണം. അപ്പോൾ ഇത് നിറയെ 1 കിലോ പഞ്ചസാരയിൽ കൂടുതലുണ്ടത് പൊടിച്ചവിടെ വെച്ച്. പിന്നെ അളന്നെടുക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മധുരം വ്യത്യാസമൊക്കെ വരും. ഇത്തിരി മധുരം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. എങ്കിൽ തന്നെയും ഒരു ലൂസായിട്ട് വേണം അതിങ്ങനെ അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അമർത്തി വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അളവ് തെറ്റിപ്പോവും. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ പൊടിച്ചു കഴിഞ്ഞാൽ വേഗം നമ്മൾ ഇത്തിരി വിനാഗിരിയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലോഷനൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തുടച്ച് മാറ്റിയിരുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ അത് ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യും. ഉറുമ്പിൻ്റെ ശല്യവുമായിരിക്കും. ഉറുമ്പും ഈച്ചയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അത് വേഗം ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ആ ഇട്ട് വെച്ച കണ്ടെയ്നറും നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് അതും കൂടി ക്ലീൻ ചെയ്ത് പിന്നെ നിലത്ത് വല്ലതും വീണിട്ടുണ്ടെന്നുണ്ടെങ്കിലാ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ താഴെയും കൂടി ഒന്നുകൂടി മോപ്പ് ചെയ്ത്, അപ്പോൾ കാലത്തൊന്ന് മോപ്പ് ചെയ്തതാണ്, ഇപ്പോൾ വീണ്ടും ഒന്നുകൂടിയിട്ട് മോപ്പ് ചെയ്ത്. അപ്പം ഞാൻ എൻ്റെ പാട്ടെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഇന്ന് ഫോണിലെ വെക്കണമല്ലോ എന്നുണ്ടെങ്കിൽ നമ്മൾ അലക്സാനെ ഓൺ ചെയ്യും. അത് ഇത്തിരി ശബ്ദം കൂടുതലായിരിക്കും. എനിക്ക് അത്രയും ശബ്ദം വേണ്ടാന്ന് തോന്നുമ്പോൾ ഞാൻ ഫോണിലാണ് പാട്ട് വെക്കുക കേട്ടോ. റേഡിയോ വെക്കും. അങ്ങനെയൊക്കെ മാറി മാറി ബോറടി മാറ്റിക്കൊണ്ടാണ് നമ്മളുടെ ജോലികൾ ചെയ്യണത്. അപ്പോൾ ഇനി ഇത്തിരി നട്ട്സും നമ്മുടെ ബദാമും എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി പൊടിച്ചപ്പോഴത്തേക്ക് അത് പൊടിയാൻ തുടങ്ങി. പിന്നെ ഞാൻ കത്തിയും കൊണ്ടിരുന്നിട്ട് ചെറിയ പീസസായിട്ട് കട്ട് ഇത് അങ്ങനെ അരിഞ്ഞെടുത്തിട്ടാണ് കുറേ നേരം എടുത്ത് അത് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ കുത്തി പൊടി ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ പൊടിയാകുന്നുണ്ട്, കുറച്ച് പീസസും ആകും, പിന്നെ കുറച്ച് പൊടിയുമായി പോകുന്നുണ്ട്. പിന്നെ കത്തി വെച്ച് തന്നെ കട്ട് ചെയ്ത് ഒക്കെ എടുത്ത് പിന്നെ മുട്ടയെല്ലാം ഒന്ന് ആവശ്യമുള്ളത് എടുത്തിട്ടൊന്ന് കഴുകി വെച്ച് 2 ദിവസത്തേക്കുള്ള മുട്ടയാണ് കേട്ടോ. അതായത് ഇന്നൊരു 3 കേക്ക് നാളെ 3 കേക്ക്, അപ്പോൾ 16 മുട്ട 8 മുട്ട വേണം ഒരു 3 കേക്കിന്. അപ്പോൾ അങ്ങനെ 16 മുട്ട വേണം. അപ്പോൾ 2 ദിവസത്തേക്കുള്ള മുട്ടയൊക്കെ എടുത്ത് അവിടെ കഴുകി അതും വെച്ച് പിന്നെ ഇന്നിപ്പോൾ കറി വെക്കണമല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് പിന്നെ ചോറും കറിയൊക്കെ വെക്കാൻ നിന്നത്. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന സാധനം വെച്ചിട്ട് ഇന്നങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു കുമ്പളങ്ങ ചാറും ഒരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അധികം ഇങ്ങനെ 1/4 കിലോ അങ്ങനെയൊക്കെ മേടിക്കുള്ളൂ, ഇവിടെ അധികം കഴിക്കാത്തതുകൊണ്ട്. പക്ഷേ ഇത് 2 വഴുതനങ്ങ 1/4 കിലോ ആണെന്ന് തോന്നുന്നുണ്ട്. അത് ഒരെണ്ണം എടുത്തപ്പോഴത്തേക്ക് ഉള്ളിലേക്ക് കേടായിരുന്നു. പിന്നെ അത് ചെത്തിയൊക്കെ കളഞ്ഞുള്ളത് ആവശ്യത്തിന് അത്യാവശ്യം കിട്ടി, അത്രേ പറയാനുള്ളൂ. ഉച്ചക്ക് ഉണ്ടാവുള്ളൂ, രാത്രി ഉണ്ടാവില്ലെന്ന് എനിക്ക് മനസ്സിലായാൽ അറിയും. കാരണം കുറച്ച് അധികം കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ നമ്മുടെ കുമ്പളങ്ങ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇത്തിരി വെള്ളവും ഒഴിച്ച് വേവിക്കാൻ വെച്ച്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് ക്രിസ്മസിന് കിട്ടിയ ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ, ആ ഗിഫ്റ്റ് ആ സ്റ്റിക്കർ പോണില്ല. അത് റയൻ്റെ അടുത്തൊന്ന് ചൂടാക്കി കളയാൻ പറഞ്ഞിട്ട് റയനത് കുറേ നേരം ചൂടാക്കിയിട്ടൊന്നും അത് ഇളകി വരണില്ല. ഭയങ്കരമായിട്ട് കടിച്ച് പിടിച്ചങ്ങനെ ഇരിക്കണേ. എങ്കിലും അവസാനം ഇളക്കി എടുത്തെങ്കിൽ ഇത്തിരി സ്റ്റിക്കർ ഒട്ടിയിരുന്ന് വെച്ചത്. പിന്നെ അവൻ തന്നെ അത് വെള്ളം അങ്ങനെ കുതിർത്ത് അതിനകത്ത് ഇട്ടിട്ട് ഉരച്ചൊക്കെ കളഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ആ ബൗൾ വളരെയധികം പ്രയോജനപ്പെട്ടു. കാരണം കേക്ക് മിക്സ് ചെയ്യാനൊക്കെ നല്ല ഈസി ആയിട്ട്, എനിക്ക് അത്രയും വലിയൊരു ബൗളില്ലായിരുന്നു. ഇത് എന്താ പറഞ്ഞത്, അതിന് ബേസിൻ എന്ന് പറയും അല്ലേ, ആ ബേസിൻ അത് ഉപയോഗപ്പെട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കറികളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൂബിക്ക് രോമം ഇത്തിരി എടുത്തെടുത്ത് പോകുന്നുണ്ട്, സാധാരണ കൊഴിച്ചിലല്ലാത്ത ആ ഒരു രോമം പോക്ക്. അപ്പോൾ അതിന് വേണ്ടി മരുന്ന് മേടിച്ചിട്ട് വന്നാണ് പപ്പ. അത് രാജേഷ് ഡോക്ടർ നേരത്തെ എഴുതുന്ന മരുന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ കിട്ടിയേക്കുന്നത് വേറൊരു ബ്രാൻഡാണ്. രാജേഷ് ഡോക്ടർ പറഞ്ഞ മരുന്ന് പോലത്തെ അല്ല, ഒരു ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ ഉള്ളത് അവൾക്കൊട്ടും തന്നെ ഇഷ്ടപ്പെടില്ല. അവൾ കഴിക്കണമില്ല കേട്ടോ, വലിയ ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ അങ്ങനെ പപ്പ അത് മേടിച്ചിട്ട് വന്നാണ്. അത് 2 മരുന്ന് മേടിച്ചപ്പോഴേക്ക് ഒരു ഗുളികയുണ്ട്, അത് ഡെയിലി ഒരെണ്ണം, പിന്നെ മറ്റേത് 5 ml വെച്ച് ഒരു നേരം. ആ 2 മരുന്നിനും കൂടി 750 രൂപയോ അങ്ങനെ 700 സംതിങ് ആണ് അതിൻ്റെ വില വന്നേക്കണത്. ഒരുവിധം വിലയുള്ള മരുന്നുകളാണ്. അപ്പോൾ അങ്ങനെ അത് കൊണ്ടുവന്ന് ഇനി അവർക്ക് കൊടുക്കണതാണ് ഒരു പണി. റോജർ പോണവരെ കൊടുക്കുക, അത് കഴിഞ്ഞാൽ ആര് കൊടുക്കുമെന്നാണ് അറിയില്ലാത്തത്. പിന്നെ റയൻ്റെ ഒരു കാര്യം, റയൻ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത് ഒക്ടോബർ 15-ാം തീയതി ഡേറ്റ് പറഞ്ഞ് നിന്ന ആളാണ്. അതുപോലെ മെഡിക്കലും അവർ കൊടുത്ത്. ഇപ്പോൾ അവർ പറയണത് ഫെബ്രുവരിയിലും ഫെബ്രുവരിയിലേ പോകാനാകുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിലേക്ക് റയൻ നിൽക്കുന്നു. റയൻ ആദ്യം തന്നെ അവരോട് പറഞ്ഞാണ്, ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് കഴിഞ്ഞ് ജനുവരിയിൽ ജോയിൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല, ഒക്ടോബറിൽ തന്നെ ജോയിൻ ചെയ്യണം. വീണ്ടും ഞങ്ങൾ റിക്വസ്റ്റൊക്കെ ഇട്ട് നോക്കിയതായിരുന്നു അന്ന്. പക്ഷേ
അവർ നിർബന്ധമായിരുന്നു ഒക്ടോബറിൽ അങ്ങനെയൊന്നും നിൽക്കാൻ പറ്റില്ല, ഒക്ടോബറിൽ തന്നെ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ ഫെബ്രുവരിയിലൊക്കെ ആക്കിയിരിക്കണേണ്. റയന് ഭയങ്കര ദേഷ്യം നിൽക്കണേ. കാരണം നമ്മൾക്ക് പോകണം എന്നുള്ളൊരു ചിന്തയിൽ പാക്കിങ് കംപ്ലീറ്റ് കഴിഞ്ഞ് നിൽക്കണേണ്. കാരണം മെഡിക്കലും കൂടി കഴിഞ്ഞതല്ലേ, പിന്നെ നമുക്ക് ഒരു വ്യത്യാസവും വരില്ല. പാക്കിങ് വരെ കഴിഞ്ഞ് ഇപ്പോൾ ആ പാക്ക് ചെയ്ത ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തിടേണ്ട അവസ്ഥയായി. അപ്പോൾ അങ്ങനെ റയന് ഭയങ്കരമായിട്ട് സംഭവം ക്രിസ്മസ് കഴിഞ്ഞ് പോകാനാണ് ഇഷ്ടമെങ്കിലും മൈൻഡ് സെറ്റ് അവർ മാറ്റിക്കളഞ്ഞു. നമ്മൾ ക്രിസ്മസിന് മുമ്പ് തന്നെ പോകുമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വരുത്തിയിട്ട് പിന്നെ നമ്മളെ വീണ്ടും വേറൊരു മൈൻഡ് സെറ്റിലേക്ക് മാറ്റി. അപ്പോൾ അത് നമുക്ക് മാനസികമായിട്ട് യോജിക്കാൻ പറ്റാതെയൊക്കെ വരും. അങ്ങനെയാണ് ഇവരുടെ ഈ ഒരു മെർച്ചൻ്റ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ റയൻ അത് ഞാൻ പറയാൻ 2-3 ദിവസമായിട്ട് പറയണമെന്ന് വിചാരിച്ചിട്ട് ഇതിനകത്ത് ഗ്യാപ്പ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഇന്നിപ്പോൾ ഇതേ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ റൂബി കുഞ്ഞിന് ഇതേ മരുന്ന് കൊടുക്കണ സീനാണ്. ഒക്കെ പതഞ്ഞ് പൊങ്ങി വായിന്നൊക്കെ നൊരയും പതയൊക്കെ വന്ന് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ആ രുചി. ഒരു ഭയങ്കര കട്ട പോലത്തെ ചോക്ലേറ്റ് പോലെ ഇങ്ങനെ അവളങ്ങനെയൊന്നും കഴിക്കൊന്നുമില്ല. അപ്പോൾ രാജേഷ് ഡോക്ടർ പറഞ്ഞ മരുന്നൊക്കെ ഇപ്പോൾ രാജേഷ് ഡോക്ടർ അവിടെ ഇല്ലാത്ത ആ ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ മേടിച്ചേക്കണം. പണ്ട് രാജേഷ് ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് രാജേഷ് ഡോക്ടർ പറഞ്ഞ മരുന്നുകൾ അവിടെ എടുത്ത് വെക്കുമായിരുന്നു. ഇപ്പോൾ രാജേഷ് ഡോക്ടർ സ്ഥലം മാറിയപ്പോൾ അവിടെ മരുന്നുകൾ രാജേഷ് ഡോക്ടർ എഴുതുന്ന മരുന്നുകളൊന്നും എടുക്കണില്ലെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ രാജേഷ് ഡോക്ടർ ഉള്ളത് ഇപ്പോൾ കൊല്ലത്താണ്. അപ്പം നമ്മൾ ഫോണിലൂടെയാണ് രാജേഷ് ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് മരുന്ന് ചോദിക്കുക. അപ്പോൾ വാട്സാപ്പ് ചെയ്ത് തരും. അങ്ങനെയൊക്കെയാണ്. ഇവളെ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഡോക്ടർ മരുന്ന് പറഞ്ഞുതരും. ഇവളെ അറിയുക കറക്റ്റായിട്ട്. ഇവളെ ഒരു മാസം മുതൽ ഡോക്ടറാണ് ഇവളുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നതും അപ്പം അങ്ങനെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ കലിപ്പാണ്. അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയിട്ട് ആ മരുന്ന് കഴിച്ചിട്ട്. പിന്നെ ഇനി അത് എവിടെയെങ്കിലുമൊക്കെ തേച്ച് പിടിച്ചൊക്കെ വെക്കണം. മുഖമൊക്കെ ഒന്ന് കംപ്ലീറ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവളുടെ വെറ്റ് വൈപ്പുകൾ എടുത്തിട്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അവൾക്ക് അവളുടേതായ രീതിയിലുള്ള ക്ലീനിങ്ങാണ് ഈ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം അവൾ അവിടെ കിടന്ന് ബഹളമൊക്കെ കാണിച്ച്. ഇനിയിപ്പോൾ ഡെയിലി ഈ ഒരു പരിപാടിയിലാണ്. മരുന്ന് കൊടുക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ നമുക്കൊരു വിഷമമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മളുടെ റോജറിന് ഒന്ന് തലയിൽ എണ്ണ ഒന്ന് ഇട്ട് കൊടുക്കണം, മസാജ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം എണ്ണയൊക്കെ ഇട്ടിട്ട് ആൾ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കുളിക്കോട്ടാ. അപ്പോൾ ഞാൻ റോജറിന് വേണ്ടിയിട്ടൊരു കട്ടൻ കാപ്പി ഇട്ടാണ്. കാരണം റോജറിന് പാല് വേണ്ട, നല്ല ചൂടായിട്ട് ഒരു കട്ടൻ കാപ്പി മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കട്ടൻ കാപ്പിയല്ല കട്ടൻ ചായ മതി എന്ന് പറഞ്ഞ്, വെറുതെ ചായ മതി എന്ന് പറഞ്ഞ്. കഴിഞ്ഞ ദിവസം ഞാൻ പാലിട്ട് ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് പാലിട്ട് ചായ വേണ്ട, വെറും കട്ടൻ ചായ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ കട്ടൻ ചായയൊക്കെ എടുത്ത് പുട്ടും പഴമൊക്കെ എടുത്ത് അവിടെ വെച്ച് അപ്പോഴേക്കും ആണ് ഈ ഇടാനുള്ളത് കൊണ്ടുവന്നത്. അപ്പോൾ ഈ സമയത്ത് ഓയിൽ ഇടുകയും ചെയ്യണം, അവന് കഴിക്കുകയും ചെയ്യണം. അപ്പോൾ റോജറിൻ്റെ ഭക്ഷണവും എണ്ണ വരട്ടലൊക്കെ കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയതാണ്. ഞാൻ കേക്കിൻ്റെ പേപ്പറുകൾ ഉള്ളിലിടാനുള്ള ലൈനിങ് ചെയ്യാനുള്ള പേപ്പറുകളൊക്കെ കട്ട് ചെയ്തെടുത്ത്. അപ്പോൾ ഇത് സാധാരണ പപ്പിയാണ് ചെയ്ത് തന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ മറ്റേ വീടുണ്ടല്ലോ, ആ ഒരു വീടിൻ്റെ മതിൽ പൊളിഞ്ഞു വീണിട്ടുണ്ട്. അപ്പോൾ അത് കെട്ടാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് പപ്പ പണിക്കാരെ വെച്ചിട്ട് അവിടെ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പപ്പ അവിടെയാണ്. 2-3 ദിവസമായിട്ട് പപ്പ ഇപ്പോൾ അവിടെയാണ്. പിന്നെ കുറച്ച് അല്ലറ പണികളൊക്കെ അവിടെയുണ്ട്. മുറ്റത്ത് ക്ലീൻ ചെയ്യണം, ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പോൾ മുറ്റം ക്ലീൻ ചെയ്യാനും കേട്ട് ആളെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ 7 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ മുറ്റം 2 ദിവസം കൊണ്ടേ ക്ലീൻ ചെയ്ത് തീർക്കാനും പറ്റുള്ളൂ. ഫ്രണ്ടിൽ ഒരുപാട് മുറ്റമുണ്ട്, ബാക്കിലുണ്ട്. അപ്പോൾ അത് 2 തമിഴ്നാട്ടുകാർ സ്ത്രീകളെ നിർത്തിയിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അവർ വളരെ നീറ്റായിട്ടാണ് ചെയ്യണം. പണ്ട് നമ്മളുടെ ഈ വീട്ടിലെ മുറ്റത്ത് ആ 2 സൈഡിലും പുല്ല് ഭയങ്കരമായിട്ട് മുളച്ചിട്ട് അവർ വന്നിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറേ നാൾ മുമ്പ് നിങ്ങളുടെ വീഡിയോയിൽ കണ്ടത് ചിലവർ ഓർക്കുന്നുണ്ടാകും. അപ്പോൾ അവരെ തന്നെയാണ് നമ്മൾ നിർത്തിയത്. അന്ന് അവർ അത്രയും ക്ലീനായിട്ട് ചെയ്ത ആ ഒരു ഓർമ്മയിൽ നമ്മൾ അവരെ തന്നെ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു 2 ദിവസം എടുക്കും ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ ഈ മതിൽ കെട്ടലൊരു 2-3 ദിവസം എടുക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് നീളത്തിലും മതിലുണ്ട്. അപ്പോൾ അതെല്ലാം പപ്പ അവിടെ നിന്ന് ചെയ്യിച്ചുകൊണ്ടിരിക്കണോണ്ട് തന്നെ പപ്പയ്ക്ക് ഇപ്പോൾ വീട്ടിലും അവിടെയായിട്ട് ഓടി നടക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരാനൊക്കെ ഉണ്ടെങ്കിൽ പപ്പ വേഗം മേടിച്ച് തരാനൊക്കെ വരും. അതിൻ്റെ പെട്ടെന്ന് തന്നെ പോകും. അപ്പോൾ പേപ്പർ കട്ട് ചെയ്ത് തരാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പപ്പയാണ് മിക്കവാറും കട്ട് ചെയ്യണം. പക്ഷേ പപ്പ അങ്ങോട്ട് ഇങ്ങനെ കിടന്ന് ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ വേണ്ട, ഞാൻ കട്ട് ചെയ്തെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കട്ട് ചെയ്ത് ഞാൻ തന്നെയൊക്കെ എടുത്ത്. പിന്നെ
ഒറ്റ 3 കേക്കിന് വേണ്ടി ഒറ്റ ഇതിൽ ഞാൻ ബാറ്റർ റെഡിയാക്കണേ. അപ്പോൾ എനിക്ക് ഈ പാത്രമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കേട്ടോ, ഇങ്ങനെ പൊക്കമുള്ള ഈ ഒരു ബേസിൻ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ പരന്ന ബേസിനാണല്ലോ ഉള്ളത്. അപ്പോൾ അത് ഭയങ്കര ഉപകാരപ്പെട്ടു ഈ ക്രിസ്മസ് ടൈമിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഞാൻ കുറച്ച് ബദാം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ മുകളിൽ ടോപ്പിങ്സ് വെക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് തൊലി കളഞ്ഞിട്ടെടുത്താണ് കേട്ടോ, വെള്ള കളറിൽ ഇരിക്കണമല്ല വെക്കുമ്പോൾ. പിന്നെ അതേ പഞ്ചസാരയൊക്കെ നമ്മളിങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ എടുത്തിട്ട് അളന്നെടുക്കണം, അമർത്തി കഴിഞ്ഞാൽ മധുരം കൂടിപ്പോവും. അപ്പോൾ അങ്ങനെ മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് റയൻ്റെ കയ്യിലേക്ക് കൊടുത്ത്, പിന്നെ ഇനി അതിനകത്തേക്ക് വേണ്ട എസെൻസുകളുമൊക്കെ ചേർത്ത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലാണ് ബീറ്റ് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എഗ്ഗ് വൈറ്റും യോക്കും വേറെയാണ് ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒന്നിച്ചാണ് ബീറ്റ് ചെയ്യണം. അപ്പോൾ റം എസെൻസും പ്ലം എസെൻസുമാണ് എൻ്റെ കയ്യിലുള്ള. ഓറഞ്ച് എസെൻസ് ഇട്ടാൽ നല്ലതാണെന്ന് പറഞ്ഞെങ്കിലും പപ്പക്ക് പോയി മേടിക്കാൻ പറ്റില്ല. പപ്പ ഈ വീടിൻ്റെ ആ പണിയുടെ തിരക്കിൽ നിൽക്കണമുണ്ട്. അപ്പോൾ അങ്ങനെ മേടിക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് റം എസെൻസ്, പ്ലം എസെൻസ്, വാനില എസെൻസ്, ആ 3 എസെൻസ് മാത്രം. പൈനാപ്പിൾ എസെൻസ് ഞാൻ ഇട്ടില്ല, എനിക്ക് എന്താ പൈനാപ്പിളിൻ്റെ അത്ര വലിയ ഇഷ്ടമല്ല ഇടുന്നത്. അതും ഒരു തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ, കൂടുതലായാലും ഭയങ്കര ഇതാണ്, കൊള്ളൂല. അപ്പോൾ അതെങ്കിലും ഞാൻ ഇട്ടില്ല. പിന്നെ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഇത് സോക്ക് ചെയ്ത് വെച്ചതും നട്ട്സ് കട്ട് ചെയ്ത് വെച്ചതും എല്ലാം കൂടി ചേർത്തെടുത്ത് മൈദ കോട്ട് ചെയ്തൊക്കെ എടുത്തേട്ടാ. പിന്നെ ഇനി പൊടി നമ്മൾ അരിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, പൊടിയിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറും ഇപ്പം മസാല പൊടിച്ച് വെച്ചില്ലേ അതും നേരുപ്പും കൂടി ചേർത്തിട്ടാണ് മൈദ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് 1.5 കപ്പ് മൈദക്ക് 1.5 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ എന്നുള്ള കണക്കിനിട്ട് 2 നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നുള്ള കണക്കിന്, പിന്നെ 1 ടീസ്പൂൺ പൊടിച്ച ഗരം മസാല എന്നുള്ള കണക്കിനൊക്കെയാണ് അങ്ങനെ ഇട്ടത്. അത് നമ്മളുടെ ഇഷ്ടത്തിനൊക്കെ ഇട്ട് കൊടുക്കാം. ഒരുപാട് മസാലയിൽ ചൊവ്വ വരും, അതത്ര നല്ലതല്ല. എന്നിട്ട് ഈ 3 ടിന്നിലേക്ക് നിറഞ്ഞാണ് ഇരുന്ന് വെച്ചത്. ഇത്തിരി കൂടുതലായിരുന്നു അളവ്. ശരിക്കും ഒരു കുഞ്ഞ് കേക്കിനുള്ള ബാറ്റർ ഉണ്ടായിരുന്നു കൂടുതൽ. പക്ഷെ അത് ഞാനിത് 3 എണ്ണത്തിലേക്കും ആക്കി തന്നെ എടുത്ത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ബാറ്റർ നമ്മൾ മിക്സ് ചെയ്തിട്ട് പിന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്ര ശരിയാവില്ല. അങ്ങനെ ഇത് ഇപ്പോൾ ഈ കുക്കറായപ്പോഴത്തേക്കും നമുക്ക് അവിടെ 2 എണ്ണം വെക്കാൻ പറ്റി കേട്ടോ. അല്ലാതെ ആ പാത്രം തന്നെ 2 എണ്ണം ഇവിടെ വെക്കാൻ പറ്റില്ല. അത് ഇത്തിരി വണ്ണം കൂടുതലുള്ള പാത്രങ്ങളാണ്. അത് ആ ഒരു ഇത് ബിരിയാണി പോട്ടിൻ്റെ അകത്തേക്ക് കേക്ക് വെച്ചപ്പോൾ എൻ്റെ കൈയൊന്ന് പൊള്ളി. അപ്പോൾ നല്ല രീതിയിൽ പൊള്ളി. അപ്പോൾ എൻ്റെ കൈ പൊള്ളിയാൽ പെട്ടെന്ന് തന്നെ ഇടേണ്ട ഒരു മരുന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. അത് വൈപ്പിൽ കാളമുക്ക അവിടെ നിന്നെങ്ങാണ്ട് ഒരു വലിയൊരു ഈ പൊള്ളിൻ്റെ ചികിത്സ നടത്തുന്ന ഒരു സ്ഥലത്തു നിന്ന് മേടിച്ചാണ്. അത് പുരട്ടി വെച്ചേക്കണേണ്. ഇപ്പം അത് പുരട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നാണ് കേട്ടോ നമുക്ക് ശമനം കിട്ടുക. കൈ രണ്ടും നല്ല രീതിയിൽ 2 വിരലും നല്ല രീതിയിൽ പൊള്ളി എങ്കിൽ പോലും മരുന്ന് പുരട്ടി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊന്നും കോമളക്കമൊന്നുമില്ല. അപ്പോൾ അതാണ് വേഗം തന്നെ ഓടിപ്പോയി പുരട്ടണം കേട്ടോ. പൊള്ളിയാൽ അപ്പം തന്നെ അതങ്ങോട്ട് പുരട്ടും. അങ്ങനെ ആ മരുന്ന് പുരട്ടിയിട്ടാണ് ബാക്കിയുള്ള പണി. അപ്പോൾ റായൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കൈ പൊള്ളിയിരിക്കണേ, ഇനി ബാക്കി കഴുകലൊക്കെ നീ ചെയ്തോളാം. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ കഴുകലും എല്ലാം റായനാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇല്ലേ കേക്ക് ബാറ്റർ കുറച്ചൊന്ന് പൊങ്ങി കഴിഞ്ഞിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് മീതെ തന്നെ ഇരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് തന്നെ പൊങ്ങി വരുമ്പോൾ ഇത് ഉള്ളിലേക്ക് ഇറങ്ങി അങ്ങോട്ട് പോകും. അപ്പോൾ ഒരു അരഭാഗം വെന്ത് കഴിയുമ്പോഴത്തേക്കും വേവായി കഴിയുമ്പോൾ നമുക്കിതുപോലെ ഇതിൻ്റെ മീതയിൽ നിരത്തി കൊടുക്കുക. ഇതങ്ങനെ തന്നെ ഇരുന്നോളും. അപ്പോൾ അതാണിപ്പോൾ ചെയ്തത്. ചിലവർ പറയും ഇടയ്ക്ക് വെച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നടുവശം കുഴിഞ്ഞു പോകുമെന്ന്. അങ്ങനെ ഇല്ല കേട്ടോ. നിങ്ങൾക്കിത് ഇടയ്ക്ക് തുറന്നിട്ട് അതിൻ്റെ അകത്ത് ഇതുപോലെ ടോപ്പിങ്സ് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു വലിയ കേക്കിൻ്റെത് താഴേക്ക് നടുക്കുള്ള ബദാമൊക്കെ കുഴിഞ്ഞ് പോയിട്ടുണ്ട്, മറ്റേത് രണ്ടും അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു കേക്കായിരിക്കുള്ള ഏറ്റവും വെയിറ്റ് കൂടിയത്. അതുകൊണ്ടാണ് ആ നടുഭാഗത്തെ ബദാമെല്ലാം അടിയിലേക്ക് പോയത്. പിന്നെ നടുഭാഗത്തെ ബദാം മറ്റേതിൻ്റെ പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മീതെ വേറൊരു അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുത്ത് ബദാം കുഴിഞ്ഞ് പോയതിൻ്റെ മീതയിൽ. അപ്പോൾ അതും കുഴിഞ്ഞങ്ങോട്ട് പോയി. ഏതായാലും ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഹൈറ്റുള്ള കേക്കാണ് കിട്ടിയേക്കണത്. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ ഇടുമ്പോൾ കുറച്ച് പൊക്കത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൊങ്ങി വരാനുള്ളൊരു സ്പേസ് കിട്ടും, പാത്രം ചെറുതാണെന്നുണ്ടെങ്കിലും. അപ്പോൾ അതെല്ലാം ഡീമോൾഡ് ചെയ്തിട്ട് ഞാൻ ഇത്തിരി നേരം ഒന്ന് കിടന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്ത് ഉറുമ്പ് കയറിയേക്കണം. നേരെ ചൂടുണ്ട് എന്നിട്ട് പോലും ഉറുമ്പ് കയറിയേക്കണം. ഏറി തുടങ്ങിയിട്ടുണ്ടാകുന്നുള്ളൂ. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഉറുമ്പ് കയറുമെന്ന്.
അങ്ങനെ ചൂടോട് കൂടിയിട്ട് നമ്മൾ ഇതിനകത്ത് നിന്ന് പൊക്കിയെടുക്കുമ്പോൾ കേക്കിന് ക്രാക്ക് വന്നാൽ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരുവിധം തണുത്തിട്ട് ഇത് ഡീമോൾഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഹൈറ്റുള്ള കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റുള്ള കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് മൈദ എടുത്തിട്ട് 7 ഇഞ്ചിൻ്റെ ടിന്നിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഹൈറ്റുള്ള കേക്ക് കിട്ടും. പിന്നെ റോജർ മുടിയും താടിയും വെട്ടാൻ പോയതാണ്. പക്ഷേ ഇത്തവണ റോജറിൻ്റെ മുടിയും താടിയും വല്ലാതെ ആക്കി കളഞ്ഞവർ. റോജർ ഭയങ്കര സങ്കടത്തിലാണ് വന്നത്. വെട്ടാൻ പോയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിടാ ഇപ്പം നല്ല കറക്റ്റ് പരുവത്തിലാണ് മുടിയും താടിയും ഇരിക്കുന്നത്, വെട്ടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, മമ്മി ഞാൻ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ ഉടനെ ഒന്നും വെട്ടാൻ പറ്റൂല, പുതിയ സ്ഥലമാണ്, ഇതൊക്കെ നോക്കി നടക്കണം എവിടേക്കാണെന്ന്, അതുകൊണ്ട് ഞാനൊന്ന് വെട്ടിയിട്ട് പോകാം എന്ന് പറഞ്ഞ് പോയി. വെട്ടിച്ച വെട്ടലാണ് ഈ കാണുന്നത്. താടി നശിപ്പിച്ച് കളഞ്ഞ് മുടി ഭയങ്കരമായിട്ട് ഷോർട്ടാക്കി കളഞ്ഞതേ. ഭയങ്കര സങ്കടം തോന്നി കണ്ടപ്പോൾ. വളരുന്നതാണ് എങ്കിൽ തന്നെ ഇപ്പോൾ പുതിയൊരു ഓഫീസിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ തോന്നും. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ ഈ സംഭവം. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാകും പുതിയ ഓഫീസിലേക്കൊക്കെ ചെല്ലുമ്പോൾ. എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അവൻ അങ്ങനെ ഒന്നും നമ്മളോട് പറയുന്നില്ല, മുടി വെട്ടി നശിപ്പിച്ച് കളഞ്ഞെന്ന് മാത്രം. അവിടെയും അവൻ ഒരു ദേഷ്യപ്പെടലോ ഒന്നുമില്ലാതെ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നു, ഞാൻ പറഞ്ഞ പോലെ ഒന്നും അല്ല ഇവർ വെട്ടിയത് എന്ന് മാത്രം പറഞ്ഞിട്ട് പോകുന്നു. അപ്പം ഞാൻ പറയണമായിരുന്നു, ഓരോരുത്തർ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി കളയും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, നീ ഒന്നും പറഞ്ഞില്ലേ? അപ്പം പറഞ്ഞാൽ ഞാൻ എന്ത് പറയാനാണ്, പോയത് പോയി, പിന്നെ നമ്മൾ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ട്, പറഞ്ഞിട്ട് പോന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അത്രയും എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ. പക്ഷേ ആ ഒരു മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു പറയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റൊരു ആളുടെ വസ്ത്രത്തിലേക്ക് കയറുക എന്ന് പറയും. അപ്പോൾ ആ ഒരു വസ്ത്രത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ അയാളുടെ ഇമോഷൻസ് മൊത്തം നമ്മളുടെ ഇമോഷൻസാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ മക്കളുടെ വസ്ത്രത്തിലേക്ക് കയറി നിൽക്കുന്ന ഒരാളാണ്. അത് വസ്ത്രത്തിലേക്ക് കയറുക എന്ന് പറയാൻ എളുപ്പമാണ്, കയറാൻ എളുപ്പമല്ല, അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ എളുപ്പമല്ല. അപ്പോൾ അതിൽ എനിക്ക് എന്നോട് തന്നെ ഒരു ഇഷ്ടം തോന്നാറുണ്ട്, ഒരു റെസ്പെക്റ്റ് തോന്നാറുണ്ട്. കാരണം കുട്ടികളുടെ ഇമോഷൻസ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ അവരോട് പറയും, ഇപ്പം നിങ്ങൾക്ക് ഇതല്ലേ തോന്നുക? അപ്പോൾ അവർ പറഞ്ഞു, ശരിയാണ് മമ്മിക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവൻ്റെ ഉള്ളിലെ വിഷമതകൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പുതിയ ഓഫീസല്ലേ, അവിടേക്ക് ഇപ്പോൾ അവൻ ജനുവരി 5 മുതൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ അവൻ്റെ ആ ഒരു നമ്മൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ഇടുക, നന്നായിട്ട് ഹെയർ കട്ട് ചെയ്യുക, നന്നായിട്ട് മേക്കപ്പ് ചെയ്യുക, നമ്മൾക്ക് ഫുൾ കോൺഫിഡൻസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവലിനെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ബാധിക്കുക എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതൊക്കെ അവൻ്റെ ഉള്ളിലുണ്ടാകാം. അത് ഞാൻ പറഞ്ഞു തരുന്നതാണ് നിങ്ങളുടെ അടുത്ത്. അവൻ എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, കൂടുതലൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു വിഷമം. വളരുന്നതാണ്, വളരട്ടെ. എങ്കിൽ തന്നെയും ഇപ്പോൾ ഞങ്ങൾക്ക് കല്യാണങ്ങളുണ്ട്, അതിനൊക്കെ പോകണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഞാനിതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കേക്കൊക്കെ ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് റമ്മൊക്കെ പുരട്ടി ക്ലിങ് റാപ്പ് ചെയ്ത് വെച്ച്. പിന്നെ ഇന്ന് ഉച്ചക്കത്തെ കറികളൊക്കെ ഏറെക്കുറെ തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിള്ളേർ ഇത്തിരി BDF ചില്ലി ബീഫും ഒക്കെ മേടിച്ചതാണ് ഈ കാണുന്നത്. പപ്പ ചിക്കൻ കഴിക്കാത്തതുകൊണ്ടാണ് കേട്ടോ പപ്പക്ക് കൂടി വേണ്ടി ബീഫാക്കിയത്. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ വീഡിയോ. അതിൻ്റെ പേര് നാളെ വീണ്ടും കാണാം. താങ്ക് യു.